ഹലോ, ഞാൻ പ്രീത ചേച്ചി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. നമ്മുടെ സൂചി ഗോതമ്പ് കൊണ്ട് ഒരു ഉപ്പുമാവ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ പറയാം, നമ്മൾ ഒരു ഗ്ലാസ്സാണ് ഉപ്പുമാവ് എടുക്കുന്നതെങ്കിൽ അതിൽ 3 ഗ്ലാസ് വെള്ളം ഇഴുക്കുക. അത് നമ്മൾ തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ സൂചി ഗോതമ്പ് കഴുകിയിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര, ഇതിനകത്ത് കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രോട്ടീന്, മിനറൽസ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേക ഒരു ഊർജ്ജം കിട്ടും ഈ സൂചി ഗോതമ്പ് കഴിച്ചാൽ. അപ്പോൾ പെട്ടെന്ന് വീഡിയോ തീർന്നു പോണേ. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചു, അത് ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ച് വെന്ത് കഴിഞ്ഞാൽ ഇത് പണി എളുപ്പമാട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അവസാനം ഇച്ചിരി കടുക് വറുക്കാന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ 1985 വരെ സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ച ആൾക്കാർക്ക് ഇത് കാണുമ്പോഴേ അവരുടെ നെസ്റ്റാൾജിയ ഓർമ്മ വരും. കാരണം അന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഈ ഗോതമ്പ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇനി കടുക് വറക്കുന്നു. കടുക് വറുത്തതിനകത്തോട്ട് നമ്മൾ ഡാൽഡ ഇട്ടാണ് അന്ന് കടുക് വറുത്തോണ്ടിരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു തകരപ്പാട്ടയ്ക്കകത്തുള്ള ഡാൽഡ വരുന്നത്. അതിട്ടാണ് നമുക്ക് കടുക് വറുത്തിട്ട് നമുക്ക് ഈ ഉപ്പുമാവ് തരുന്നത്. എന്നാ ടേസ്റ്റ് ആയിരുന്നില്ലേ. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. വേറെ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അന്ന് സ്കൂളിൽ നിന്നൊക്കെ പോന്നു കഴിഞ്ഞും പിന്നെ ഈ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവിൻ്റെ രുചി ഓർത്ത ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ ക്ലാസ്സിൽ പഠിച്ചാലും ഞങ്ങൾ സ്വന്തമുള്ള ഒരു കൊച്ചച്ഛനാണ് അവിടുത്തെ സ്കൂളിലെ പിയൂന്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് പയ്യെ ചെല്ലും, ഉച്ചയാകുമ്പോൾ വേറെ വലിയ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ 8ലൊക്കെ പഠിക്കുന്ന കാലത്തും ഈ ഉപ്പുമാവ് തിന്നാൻ വേണ്ടി ചെല്ലുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും ഞാനിത് ഉണ്ടാക്കും കേട്ടോ. ഇത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് സൂചി ഗോതമ്പിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എത്രമാത്രം ഉണ്ടെന്ന്. ഇതിനകത്ത് കുറച്ച് ഫൈബർ, പ്രോട്ടീന്, മിനറൽസ് ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമ്മുടെ ദഹനത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഏത് അസുഖക്കാർക്ക് കഴിക്കുകയും ചെയ്യാം, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ഇതുപോലത്തെ ഒരു നൊസ്റ്റാൾജിയ കേട്ടോ. ഇത് ഗവൺമെൻറ് സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാം ഓർമ്മയുണ്ട്. 4ാം ക്ലാസ് വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ സൂചി ഗോതമ്പ്. ഞാൻ പഠിച്ച കാലം എന്ന് പറഞ്ഞാൽ 85 വരെ ഉണ്ടായിരുന്നു. 1985 വരെ ഈ സൂചി ഗോതമ്പായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് സ്കൂളിലൊക്കെ കഞ്ഞിയും പയറും പിന്നെ വേറെ എന്തൊക്കെയൊക്കെ മാറി വന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എനിക്ക് അന്നത്തെ സ്കൂളിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇലയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനൊരു വാഴയില വെട്ടിയിട്ടാണ് ഈ ഉപ്പുമാവ് ഇട്ടിട്ട് ഞാൻ കഴിച്ചത് കേട്ടോ. അന്ന് വരാന്തയിൽ ഇങ്ങനെ നിരനിരയായിട്ട് പിള്ളേരിക്കും. ഇരുന്നിട്ട് കഴിയുമ്പോൾ ഇലയിൽ ഇങ്ങനെ വിളമ്പി